ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. കരടകൻ്റെ ആവശ്യപ്രകാരം ഉടനെ തന്നെ ദമനകൻ ആ കഥ പറയാൻ തുടങ്ങി. ദേവശർമ്മനും ആഷാഢഭൂതിയും. പണ്ട് ഒരു വിജന പ്രദേശത്ത് ദേവശർമ്മൻ എന്നൊരു സന്യാസി ആശ്രമം കെട്ടി താമസിച്ചിരുന്നു. ഭക്തന്മാർക്ക് വേണ്ടി പൂജയും മറ്റ് കർമ്മങ്ങളുമെല്ലാം ചെയ്തു കൊടുത്ത് അയാൾ ധാരാളം പണം സമ്പാദിച്ചിരുന്നു. അത് മുഴുവനും വല്ലവരും തട്ടിയെടുത്താലോ എന്നായിരുന്നു ദേവശർമ്മൻ്റെ പേടി. പണത്തിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ, ഉണ്ടാക്കാൻ പ്രയാസം, സൂക്ഷിക്കാൻ അതിലും പ്രയാസം. ചെലവാക്കുന്ന കാര്യം ഓർത്താലോ മഹാവിഷമം. നഷ്ടപ്പെട്ടാൽ പിന്നെ പറയാനുമില്ല. ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് പണം മുഴുവനും കിഴികെട്ടി സദാ കക്ഷത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ദേവശർമ്മൻ്റെ നടപ്പ്. അങ്ങനെ ഇരിക്കെ ആഷാഢഭൂതി എന്നൊരു തട്ടിപ്പുകാരൻ ആശ്രമത്തിൽ വന്നുകൂടി. ദേവശർമ്മൻ്റെ കക്ഷത്തിലെ പണക്കിഴി കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് തന്നെ ആഷാഢഭൂതി തീർച്ചപ്പെടുത്തി. പക്ഷെ എങ്ങനെ അത് സാധിക്കും? ആശ്രമത്തിൻ്റെ കരിങ്കൽ ഭിത്തി തുരക്കാമെന്ന് വെച്ചാൽ നടപ്പില്ല. ദേവശർമ്മൻ്റെ ശിഷ്യനായി നടിച്ച് ആശ്രമത്തിൽ താമസിക്കുകയാണ് ഒരേ ഒരു പോംവഴി. എന്നിട്ട് തരം കിട്ടുമ്പോൾ പണക്കിഴി അടിച്ചു മാറ്റാം. ആഷാഢഭൂതി ദേവശർമ്മൻ്റെ മുന്നിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുരു, ഈ ഉള്ളവനെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കണേ. ജീവിതത്തിലെ സുഖവും സൗകര്യങ്ങളുമെല്ലാം കാട്ടരുവിയിലെ ജലം പോലെ ഒഴുകി ഒലിച്ചു പോകുമെന്ന് എനിക്ക് ബോധ്യമായി. സ്വന്തങ്ങളും ബന്ധങ്ങളും എല്ലാം വെറും മായയാണെന്ന് ഞാൻ അറിയുന്നു. ഈ ഭൗതിക ജീവിതം എനിക്ക് മടുത്തു കഴിഞ്ഞു. ഇതിൽ നിന്നും കരകയറാൻ ഒരു വഴി പറഞ്ഞു തരണേ. അത് കേട്ട് ദേവശർമ്മൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ലോകസുഖങ്ങളോട് വിരക്തി തോന്നിയ നീ ഭാഗ്യവാനാണ്. വയസ്സായി ജരാനരകൾ ബാധിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് സന്യസിക്കാൻ തോന്നാത്തത്? യഥാർത്ഥ സന്യാസിമാരുടെ മനസ്സിനാണ് ആദ്യം വയസ്സാവുക, എന്നിട്ടേയുള്ളൂ ശരീരം. എന്നാൽ വയസ്സായി ശരീരം ചുക്കിച്ചുളിഞ്ഞാലും ചിലരുടെ മനസ്സിലെ മോഹങ്ങൾ തളിർത്തു നിൽക്കും. അവരാണ് ഏറ്റവും നിന്ദിക്കപ്പെടേണ്ടവർ. ദേവശർമ്മൻ തുടർന്നു, നമഃശിവായ മന്ത്രം ചൊല്ലി ശിവനെ പൂജിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുക. മോക്ഷം ലഭിക്കാൻ അതാണ് ശരിയായ വഴി. എങ്കിൽ അങ്ങ് ഈയുള്ളവനെ അവിടുത്തെ ശിഷ്യനായി സ്വീകരിച്ച് ദീക്ഷ തരണേ എന്ന് ആഷാഢഭൂതി അപേക്ഷിക്കുകയുണ്ടായി. അല്പം ആലോചിച്ചിട്ട് ദേവശർമ്മൻ പറഞ്ഞു, ശരി, പക്ഷേ ഒരു വ്യവസ്ഥ. ത്യാഗമാണല്ലോ സന്യാസിയുടെ ലക്ഷണം. രാത്രി സമയത്ത് നീ എൻ്റെ ആശ്രമത്തിൽ പ്രവേശിക്കരുത്. മോഹങ്ങൾ കൊണ്ട് സന്യാസിമാരും ദുഷ്ടബുദ്ധികളായ മന്ത്രിമാരെ കൊണ്ട് രാജാവും, ലാളന കൊണ്ട് മക്കളും, അഹന്ത കൊണ്ട് സ്ത്രീകളും, വഴിപിഴച്ച പുത്രന്മാരെ കൊണ്ട് ശ്രേഷ്ഠ കുലങ്ങളും, പഠിക്കാത്ത ഗ്രന്ഥങ്ങൾ വഴി ബ്രാഹ്മണരും, കുരുട്ടുബുദ്ധി കൊണ്ട് സൽസ്വഭാവവും, അശ്രദ്ധ കൊണ്ട് വയലുകളും, സ്വാർത്ഥത കൊണ്ട് സൗഹൃദവും, വിരഹം നിമിത്തം സ്നേഹവും, കാപട്യം കൊണ്ട് സൗഭാഗ്യങ്ങളും, ധാരാളിത്തം കൊണ്ട് ധനവും നശിക്കുമെന്നാണ് ചൊല്ല്. അതുകൊണ്ട് ഈ ചെറിയ ത്യാഗം സഹിക്കാൻ തയ്യാറെങ്കിൽ ഇന്നു മുതൽ ആശ്രമ കവാടത്തിൽ കുടിൽ കെട്ടി നിനക്കിവിടെ താമസിക്കാം. അങ്ങനെ അന്നു മുതൽ ആഷാഢഭൂതി ആശ്രമത്തിനടുത്ത് താമസമാക്കി. ഗുരുവിൻ്റെ കാൽ തടവിയും പൂജാസാധനങ്ങൾ ഒരുക്കിയും ആശ്രമമുറ്റം വൃത്തിയാക്കി അയാൾ ദേവശർമ്മൻ്റെ പ്രീതി സമ്പാദിച്ചു. എന്നാൽ ദേവശർമ്മൻ്റെ പണക്കിഴി തട്ടിയെടുക്കാൻ ആഷാഢഭൂതിക്ക് ഒരിക്കലും അവസരം ലഭിച്ചില്ല. ഗുരു അത് താഴെ വെച്ചാലല്ലേ തട്ടിയെടുക്കാൻ സാധിക്കൂ. ഇയാൾക്ക് കുറേ വിഷം കലക്കി കൊടുത്താലോ, അത് വെട്ടിക്കൊല്ലണോ? അല്ലാതെ തൻ്റെ ആഗ്രഹം നടക്കുമെന്ന് തോന്നുന്നില്ല. ആഷാഢഭൂതി നിരാശനായി ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ദേവശർമ്മൻ്റെ ഒരു ഭക്തൻ ആശ്രമത്തിലെത്തി. സ്വാമി, എൻ്റെ മകൻ്റെ ഉപനയനമാണ്. ദയവായി അങ്ങ് എൻ്റെ ഗൃഹത്തിൽ എഴുന്നള്ളണേ. അയാൾ ക്ഷണിച്ചു. ദേവശർമ്മൻ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിക്കുകയുണ്ടായി. വൈകാതെ യാത്ര പുറപ്പെടുകയും ചെയ്തു. ശിഷ്യനായ ആഷാഢഭൂതിയും ഒപ്പമുണ്ട്. നടന്ന് അവർ ഒരു പുഴയുടെ അടുത്തെത്തി. ഉടനെ ദേവശർമ്മൻ ആഷാഢഭൂതിയോട് പറഞ്ഞു, ഞാൻ പുഴയിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ട് വരാം. അതുവരെ എൻ്റെ മേൽമുണ്ട് നീ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കാവലിരിക്കണം. ദേവശർമ്മൻ കയ്യിലിരുന്ന പണക്കിഴി മേൽമുണ്ടിൽ പൊതിഞ്ഞ് ചുറ്റിക്കെട്ടി മേൽമുണ്ട് ശിഷ്യനെ ഏൽപ്പിച്ച് ദേവശർമ്മൻ സ്നാനത്തിനായി പുഴയിലേക്ക് നടന്നു. ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനുണ്ടോ? ആഷാഢഭൂതി ഒട്ടും വൈകാതെ മേൽമുണ്ടിനകത്തിരുന്ന പണക്കിഴി എടുത്ത് സ്ഥലം വിട്ടു. ഇതൊന്നും അറിയാതെ ദേവശർമ്മൻ പുഴയിൽ കുളിക്കാനിറങ്ങി. അപ്പോഴാണ് പുഴക്കരയിൽ ഒരു പറ്റം ആടുകൾ എത്തിച്ചേർന്നത്. കൂട്ടത്തിൽ 2 മുട്ടനാടുകൾ തമ്മിൽ ഉഗ്രമായി ഇടികൂടുന്നത് ദേവശർമ്മൻ ശ്രദ്ധിച്ചു. ആടുകൾ രണ്ടും ദൂരെ നിന്ന് അതിവേഗം ഓടിയെടുക്കും. എന്നിട്ട് ശക്തിയായി തമ്മിലിടിക്കും. ഇടികൊണ്ട് 2 ആടുകളുടെയും നെറ്റിയിൽ നിന്നും ചോര ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കുറുക്കൻ അവിടെ എത്തിയത്. ചോരയുടെ മണം പിടിച്ചെത്തിയ കുറുക്കൻ നിലത്ത് വീണ ചോര നക്കി കുടിക്കുന്നത് കണ്ട് ദേവശർമ്മൻ അമ്പരന്നു. എന്തൊരു മണ്ടൻ കുറുക്കനാണിത്! ഉഗ്രമായി തമ്മിലിടിക്കുന്ന ഈ ആടുകൾക്കിടയിൽപ്പെട്ട് ഇവൻ ചത്തുപോകുമല്ലോ. അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. അടുത്ത തവണ ആടുകൾ അകന്നു മാറിയപ്പോൾ കുറുക്കൻ ചോര നക്കി കുടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അകലെ നിന്നും പാഞ്ഞെടുക്കുന്ന ആടുകളെ അവൻ
ശ്രദ്ധിച്ചില്ല. ഠിം! അടുത്ത നിമിഷം ആടുകൾ കൂട്ടിയിടിച്ചു. ഇടിയേറ്റ് കുറുക്കൻ്റെ കഥ കഴിയുകയും ചെയ്തു. ദേവശർമ്മൻ കുളി കഴിഞ്ഞ് മെല്ലെ ആഷാഢഭൂതിയുടെ അടുത്തേക്ക് മടങ്ങി. എന്നാൽ ശിഷ്യനെ അവിടെയെങ്ങും കാണാഞ്ഞ ദേവശർമ്മൻ പരിഭ്രാന്തനായി. ഉടനെ ഓടിച്ചെന്ന് മേൽമുണ്ട് പരിശോധിച്ച ദേവശർമ്മൻ സ്തബ്ധനായി. അതിൽ സൂക്ഷിച്ചിരുന്ന പണക്കിഴിയും കാണാനില്ല. ഹേ വഞ്ചകനായ ആഷാഢഭൂതി, എൻ്റെ പണവും തട്ടിയെടുത്ത് നീ എവിടെ പോയി? ദേവശർമ്മൻ അവിടെ ഇന്ന് വിലപിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് നടന്നു. ആഷാഢഭൂതിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ദേവശർമ്മൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നേരെ സന്ധ്യയായപ്പോൾ അയാൾ ഒരു ഗ്രാമത്തിലെത്തി. വിശപ്പും ദാഹവും കൊണ്ട് അയാൾ നന്നേ വലഞ്ഞിരുന്നു. അപ്പോഴാണ് അയാൾ 2 വഴിപോക്കരെ കണ്ടത്. പട്ടണത്തിലേക്ക് പുറപ്പെടുകയായിരുന്ന ഒരു നെയ്ത്തുകാരനും ഭാര്യയുമായിരുന്നു അവർ. ദേവശർമ്മൻ നെയ്ത്തുകാരനോട് പറഞ്ഞു, ഒന്ന് നിൽക്കണേ, ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. എനിക്കിവിടെ പരിചയക്കാരായ ആരുമില്ല. അതിഥി ദേവോ ഭവ എന്നല്ലേ പ്രമാണം. എനിക്ക് ഭക്ഷണവും ഇന്ന് രാത്രിയിലേക്ക് മാത്രം തലചായ്ക്കാനൊരു ഇടവും തരണേ. അത് കേട്ട് നെയ്ത്തുകാരൻ ഭാര്യയോട് പറഞ്ഞു, ഈ സാധു സന്യാസി ഇന്ന് നമ്മുടെ അതിഥിയാണ്. നീ ഇദ്ദേഹത്തെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് മടങ്ങൂ. കാൽ കഴുകാൻ ജലവും ഭക്ഷണവും, കിടക്കാൻ ഒരു പായയും നൽകൂ. ഞാൻ പട്ടണത്തിൽ പോയി വൈകാതെ തിരിച്ചു വരാം. നെയ്ത്തുകാരൻ്റെ ഭാര്യ അതനുസരിച്ചു. വീട്ടിൽ ചെന്ന് ദേവശർമ്മന് ഭക്ഷണവും മറ്റും നൽകി അവൾ അദ്ദേഹത്തെ സൽക്കരിച്ചു. കിടക്കാനായി ഒരു പഴയ കട്ടിലും കൊടുത്തു. ദേവശർമ്മന് സന്തോഷമായി. നെയ്ത്തുകാരിക്ക് വാസ്തവത്തിൽ 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നെയ്ത്തുകാരൻ ഇല്ലാത്തപ്പോൾ അവൾ 2ാമത്തെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും. ഇന്ന് അതിന് പറ്റിയ അവസരമാണെന്ന് അവൾക്ക് മനസ്സിലായി. സ്വാമി, എൻ്റെ പഴയൊരു കൂട്ടുകാരി ഏറെക്കാലം കൂടി നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അവളെ കാണാൻ പോവുകയാണ്. ഉടനെ തിരിച്ചെത്താം. അങ്ങ് സുഖമായി വിശ്രമിച്ചോളൂ. ഇത്രയും പറഞ്ഞിട്ട് അവൾ അണിഞ്ഞൊരുങ്ങി യാത്രയായി. പക്ഷേ അപ്പോഴേക്കും നെയ്ത്തുകാരൻ തിരിച്ചു വരുന്നത് അവൾ കണ്ടു. മദ്യപിച്ചു മത്തനായിട്ടാണ് അയാളുടെ വരവ്. പരിഭ്രാന്തയായ ഭാര്യ ഓടി വീട്ടിൽ കയറി ഒന്നും അറിയാത്തതുപോലെ നിന്നു. എന്നാൽ നെയ്ത്തുകാരൻ അവളെ കണ്ടു കഴിഞ്ഞിരുന്നു. എടി, നീ എങ്ങോട്ടാണ് പുറപ്പെട്ടത്? സത്യം പറ. നിനക്ക് മറ്റൊരു ഭർത്താവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ അയാളുടെ അടുത്തേക്ക് പോയതല്ലേ? നെയ്ത്തുകാരൻ കലി പൂണ്ട് അവളോട് ചോദിച്ചു. അയ്യോ, എന്താ ഈ പറയുന്നത്? ഞാൻ ഈ നേരത്തെ എവിടെ പോകാനാണ്? നിങ്ങൾ മദ്യപിച്ച് ബോധമില്ലാതെ ഓരോന്ന് പറയുകയാണ്. മദ്യപിച്ച മനുഷ്യനും അസ്തമിക്കുന്ന സൂര്യനും ഒരുപോലെയാണ്. സകല പ്രതാപവും നഷ്ടപ്പെട്ട് നിസ്സഹായരും ഒന്നിനും കൊള്ളാത്തവരുമായി മാറും. ഭാര്യയുടെ വാക്കുകൾ കേട്ട നെയ്ത്തുകാരൻ അവളെ തുറിച്ചു നോക്കി. അപ്പോഴാണ് അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായത്. എടി നുണച്ചി, എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഈ സമയത്ത് നീ അണിഞ്ഞൊരുങ്ങി വേഷവും മാറ്റി നിൽക്കുന്നത് എന്തിനാണ്? നിനക്കുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട്. നെയ്ത്തുകാരൻ ഒരു മുട്ടൻ വടിയെടുത്ത് അവളെ കണക്കിന് പ്രഹരിച്ചു. എന്നിട്ട് വീടിൻ്റെ ഒരു തൂണിൽ കെട്ടിയിട്ടു. പിന്നെ കൂർക്കം വലിച്ച് ഉറക്കമായി. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയായ ക്ഷുരകസ്ത്രീ അവിടെ എത്തിയത്. നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്റെ 2ാം ഭർത്താവ് അവിടെ കാത്തിരിക്കുന്നു. വേഗം ചെല്ല്, ക്ഷുരകസ്ത്രീ പറഞ്ഞു. എങ്ങനെ പോകും? ഈ ദുഷ്ടൻ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? അദ്ദേഹത്തോട് പോയി പറയൂ, ഇന്നെനിക്ക് വരാൻ തീരെ നിവൃത്തിയില്ലെന്ന്. നെയ്ത്തുകാരൻ്റെ ഭാര്യ നിസ്സഹായത അറിയിക്കുകയായിരുന്നു. എന്നാൽ ക്ഷുരകസ്ത്രീ അതിനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. കുടിച്ച് ലെക്ക് കെട്ടിറങ്ങുന്ന ഇയാൾ നേരം പുലരാതെ എഴുന്നേൽക്കില്ല. നിന്നെ ഞാൻ അഴിച്ചുവിടാം. വേഗം പോയി നിന്റെ പ്രിയതമനെ കണ്ടിട്ട് തിരിച്ചു വരൂ. അതുവരെ നിന്റെ സ്ഥാനത്ത് ഞാനിരിക്കാം. ഇയാൾ ഉണർന്നാലും ഈ ഇരുട്ട് തന്നെ തിരിച്ചറിയില്ല. അത് കൊള്ളാമെന്ന് നെയ്ത്തുകാരൻ്റെ ഭാര്യയ്ക്കും തോന്നി. വൈകാതെ അവളെ സ്വതന്ത്രയാക്കി പറഞ്ഞയച്ചിട്ട് ക്ഷുരകസ്ത്രീ അവളുടെ സ്ഥാനത്ത് ഇരിപ്പായി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആശ്ചര്യത്തോടെ ഇരിക്കുകയായിരുന്നു ദേവശർമ്മൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ അല്പം ബോധം വീണ്ടും കിട്ടിയ നെയ്ത്തുകാരൻ കണ്ണു തുറന്നു. തൂണിനോട് ചേർന്നിരിക്കുന്നത് ഭാര്യയാണെന്ന് കരുതി അയാൾ പറഞ്ഞു, എടി താന്തോന്തി, ഇനി മേലിൽ നീ തോന്നിയതുപോലെ നടക്കില്ലെന്ന് വാക്ക് നിന്നാൽ നിന്നെ ഞാൻ കെട്ടഴിച്ചു വിടാം. പറ, ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാമോ? എന്നാൽ ക്ഷുരകസ്ത്രീ ഉണ്ടോ മിണ്ടുന്നു. ശബ്ദം കേട്ടാൽ ആ നിമിഷം നെയ്ത്തുകാരൻ തിരിച്ചറിയില്ലേ ആൾ മാറിപ്പോയ കാര്യം. അതിനാൽ അവൾ ശ്വാസമടക്കി അനങ്ങാതിരുന്നതേയുള്ളൂ. അതോടെ നെയ്ത്തുകാരന് വീണ്ടും കോപം ഇരട്ടിച്ചു. അപ്പോൾ നീ നന്നാവില്ല അല്ലേ, അഹങ്കാരി? അയാൾ ഒരു കത്തിയെടുത്ത് അവളുടെ മൂക്ക് അരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് വീണ്ടും എന്തോ പെറുപെറുത്തുകൊണ്ട് ഉറങ്ങാൻ കിടന്നു. ഈ കാഴ്ച കണ്ട് ദേവശർമ്മൻ ഞെട്ടിപ്പോയി. ഇനി എന്താണ് ഉണ്ടാവുക എന്നറിയാനായി അയാൾ കാത്തിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ നെയ്ത്തുകാരൻ്റെ ഭാര്യ തിരിച്ചെത്തി. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ പോയ സമയത്ത് ആ ദുഷ്ടൻ എഴുന്നേൽക്കുകയോ മറ്റോ ചെയ്തോ? അവൾ ചോദിച്ചു. ക്ഷുരകസ്ത്രീ ചാടി എഴുന്നേറ്റു. ഓ, ഇനി എന്ത് പറ്റാൻ? എൻ്റെ മൂക്ക് അയാൾ മുറിച്ചു കളഞ്ഞു. ഇനി നിന്നാൽ എൻ്റെ ചെവികളും അയാൾ മുറിക്കും. ഞാൻ പോകുന്നു. ഇത്രയും പറഞ്ഞ് അവൾ ഓടി മറഞ്ഞു. നെയ്ത്തുകാരിക്ക് നല്ലൊരു സൂത്രം തോന്നി. ഭർത്താവിനെ പറ്റിക്കാനുള്ള 1-ാം തരം വിദ്യ. അവൾ വേഗം തൂണിനടുത്തിരുന്ന് ഉറക്കെ വിലപിക്കാൻ തുടങ്ങി. 33 കോടി ദൈവങ്ങളെ, പഞ്ചഭൂതങ്ങളെ, അഷ്ടദിക്പാലകരെ, ഈ ഉള്ളവളെ അനുഗ്രഹിക്കണേ. ഞാൻ നിരപരാധിയാണെങ്കിൽ എൻ്റെ മുറിഞ്ഞ മൂക്ക് നിങ്ങൾ പഴയതുപോലെ ആക്കണേ.
ഞാൻ തെറ്റുകാരിയാണെങ്കിൽ എന്നെ ഈ നിമിഷം ചുട്ടു ചാമ്പലാക്കണേ. ഇങ്ങനെ ഭാര്യയുടെ ഉച്ചത്തിലുള്ള പ്രാർത്ഥന കേട്ട് നെയ്ത്തുകാരൻ ഉണർന്ന് കണ്ണു തിരുമ്മി നോക്കി. അപ്പോൾ അവൾ അയാളുടെ നേരെ തിരിഞ്ഞു നോക്കി. നോക്കൂ മനുഷ്യ, നിങ്ങൾ മുറിച്ചു കളഞ്ഞ മൂക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ തെറ്റുകാരിയല്ലെന്ന് ദൈവങ്ങൾ പോലും സമ്മതിച്ചിരിക്കുന്നു. നെയ്ത്തുകാരൻ ഒരു വിളക്കെടുത്ത് കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ആ കാഴ്ച കണ്ട അയാൾ സ്തബ്ധനായിപ്പോയി. താൻ മുറിച്ചു കളഞ്ഞ മൂക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. ഇവൾ പറയുന്നത് ശരി തന്നെ. ഒരു കുറ്റവും ചെയ്യാത്ത ഇവളെ സംശയിച്ച ഞാൻ മഹാ അപരാധമാണ് ചെയ്തത്. നെയ്ത്തുകാരൻ ഭാര്യയോട് കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. പിന്നെ അവളെ സ്നേഹവാക്കുകൾ കൊണ്ടും പ്രശംസകൾ കൊണ്ടും പൊതിഞ്ഞു. ഭാര്യയെക്കുറിച്ചുള്ള നെയ്ത്തുകാരൻ്റെ സംശയങ്ങളെല്ലാം അതോടെ തീർന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് കിടന്ന ദേവശർമ്മൻ ഓർത്തു, ഇത്ര തന്ത്രശാലികളാണ് സ്ത്രീകൾ. തൻ കാര്യം കാണാൻ പെണ്ണിൻ്റെ അത്ര സാമർഥ്യം ആർക്കുണ്ട്? സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹമായാലും മസ്തകമുയർത്തി വിരാജിക്കുന്ന ഗജരാജനായാലും വീരപരാക്രമിയായ മനുഷ്യനായാലും ഇണയുടെ മുന്നിലെത്തിയാൽ മഹാപേടിത്തൊണ്ടന്മാരല്ലേ? അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പുരുഷന്മാരുടെ കാര്യം കഷ്ടം തന്നെ. മുറിഞ്ഞ മൂക്കുമായി വീട്ടിലെത്തിയ ക്ഷുരകസ്ത്രീയുടെ കാര്യം കഷ്ടത്തിലായി. ഈ മുറിമൂക്ക് ഭർത്താവ് കാണാതെ എങ്ങനെ മറച്ചു വയ്ക്കുമെന്നായിരുന്നു അവളുടെ പേടി. രാത്രി മുഴുവനും രാജകൊട്ടാരത്തിലായിരുന്നു ക്ഷുരകന് ജോലി. പിറ്റേന്ന് അതിരാവിലെ വീട്ടിലെത്തിയ ക്ഷുരകൻ വാതിൽക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പട്ടണത്തിലേക്ക് പോകാൻ നേരം വൈകി, വേഗം എൻ്റെ ക്ഷൗരപ്പെട്ടി എടുത്തുകൊണ്ട് വാ. എന്നാൽ ഭാര്യയുണ്ടോ പുറത്തിറങ്ങുന്നു. അവൾ ക്ഷൗരക്കത്തി മാത്രം എടുത്ത് വാതിലിന് വെളിയിലേക്ക് നീട്ടി. പെട്ടി ചോദിച്ചപ്പോൾ കത്തി മാത്രം തരുന്നത് കണ്ട് ക്ഷുരകന് കോപം സഹിച്ചില്ല. അയാൾ കത്തിയെടുത്ത് അകത്തേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു. ഇത് തന്നെ തക്കം. ക്ഷുരക സ്ത്രീ ഒട്ടും സമയം പാഴാക്കിയില്ല. അവൾ ഉറക്കെ വിളിച്ചു പോയി, അയ്യോ, ഈ ദുഷ്ടൻ കത്തിയെറിഞ്ഞ് എൻ്റെ മൂക്ക് മുറിച്ചേ, ഓടി വരണേ, ഓടി വരണേ. ഇത് കേട്ട ആളുകൾ ഓടിക്കൂടി. വൈകാതെ രാജഭടന്മാരും എത്തി. അവർ ക്ഷുരകനെ അടിച്ച് അവശനാക്കി. എന്നിട്ട് അയാളെയും ഭാര്യയെയും ന്യായാധിപന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നിങ്ങളാണോ ഈ കടുങ്കൈ പ്രവർത്തിച്ചത്? ന്യായാധിപന്മാർ ക്ഷുരകനോട് ചോദിച്ചു. അയാൾ പേടിച്ചരണ്ട് ഒന്നും മിണ്ടാതെ കീഴോട്ട് നോക്കി നിന്നു. നിങ്ങൾക്ക് കുറ്റവാളിയുടെ എല്ലാ ലക്ഷണവുമുണ്ട്. കുറ്റം ചെയ്തവൻ്റെ നെറ്റി വിയർക്കും, കാലുകൾ ഇടറും, മുഖം വിളറും, വാക്കുകൾ കുഴയും. നേരെ നോക്കാനാവാതെ അയാൾ കീഴോട്ട് നോക്കി നിൽക്കും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറ്റവാളിയാണെന്ന് തീർച്ച തന്നെ. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. ഇയാൾക്ക് മരണശിക്ഷ ഞങ്ങൾ വിധിക്കുന്നു. ക്ഷുരകനെ ഭടന്മാർ വധശിക്ഷ നടപ്പാക്കാനായി കൊണ്ടുപോയി. എന്നാൽ എല്ലാറ്റിനും സാക്ഷിയായിരുന്ന ദേവശർമ്മൻ അപ്പോൾ അവിടെ എത്തിച്ചേർന്നു. അയാൾ ഭടന്മാരോട് പറഞ്ഞു, അരുത്, അയാൾ നിരപരാധിയാണ്. ആടുകൾക്കിടയിൽപ്പെട്ട കുറുക്കനും ആഷാഢഭൂതിയുടെ ചതിയിൽപ്പെട്ട ഞാനും മൂക്കുപോയ ക്ഷുരകസ്ത്രീയുമെല്ലാം ആവശ്യമില്ലാതെ അപകടത്തിൽ ചാടിയവരാണ്. എന്നിട്ട് അയാൾ അവിടെ കൂടിയവരോട് കഥകൾ മുഴുവനും വിശദമായി പറഞ്ഞു. ഭടന്മാർ ഒട്ടും വൈകാതെ ക്ഷുരകനെ വെറുതെ വിട്ടു. പകരം അവർ ക്ഷുരകസ്ത്രീയെ വധിക്കാനൊരുങ്ങി. എന്നാൽ ദേവശർമ്മൻ അവരോട് അപേക്ഷിച്ചു, അരുത്, അവൾക്ക് ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് അവളെ കൊല്ലരുത്. രാജശിക്ഷ എന്ന രീതിയിൽ അവളുടെ ചെവി കൂടി മുറിക്കുക. ഭടന്മാർ അതനുസരിച്ചു. അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട ക്ഷുരകസ്ത്രീക്ക് മൂക്കും ചെവിയും നഷ്ടമായി. ദമനകൻ ഇങ്ങനെ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ കരടകൻ ഉടനെ തന്നെ ചോദിച്ചു, നമ്മൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ദമനകൻ ഉടനെ പറഞ്ഞു, എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രാജാവിനെയും ആ കാളയെയും തമ്മിൽ അകറ്റണം. രാജാവിനെ എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും അകറ്റേണ്ടത് മന്ത്രിമാരുടെ കടമയാണ്. നമ്മുടെ രാജാവിനെ ആകട്ടെ ബാധിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ദൂഷ്യമാണ് താനും. ദൂഷ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മദ്യം, മദിരാക്ഷി, മൃഗയ വിനോദം, ചൂതാട്ടം, ശകാരം, അത്യാഗ്രഹം, ക്രൂരത, ഇതെല്ലാം ദൂഷ്യങ്ങളാണ്. മഹാദൂഷ്യങ്ങളിലൊന്നായ ആസക്തിയുടെ ഭാഗമാണ് ഇവയോരോന്നും. ഓഹോ, അപ്പോൾ എന്തൊക്കെയാണ് ഈ മഹാദൂഷ്യങ്ങൾ? കരടകൻ വീണ്ടും ചോദിച്ചു. ദമനകൻ തുടർന്നു. അഭാവം, അഴിമതി, ആസക്തി, വിനാശം, ദുർനയം എന്നിവയാണ് ഈ ലോകത്തെ മഹാദൂഷ്യങ്ങൾ. നമ്മുടെ രാജാവ് അഭാവം എന്ന മഹാദൂഷ്യത്തിന് അടിമയാണ്. കാളയുമായി കൂട്ടുപിടിച്ചതോടെ അദ്ദേഹത്തിന് ഭരിക്കാനുള്ള കഴിവും സമയവും സഹായവും നഷ്ടമായിരിക്കുന്നു. ഇവയുടെ അഭാവത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷേ അവരെ തമ്മിൽ എങ്ങനെ അകറ്റും? അതിനുള്ള ശക്തി നമുക്കില്ലല്ലോ. കരടകൻ്റെ ഇപ്രകാരമുള്ള ചോദ്യം കേട്ട് ദമനകൻ വീണ്ടും പറഞ്ഞു, ശക്തി തോൽക്കുന്നിടത്ത് ചിലപ്പോൾ ബുദ്ധി ജയിക്കും. സ്വർണ്ണമാല ഉപയോഗിച്ച് കാക്കപ്പെണ്ണ് കൃഷ്ണസർപ്പത്തെ വകവരുത്തിയത് അങ്ങനെയല്ലേ? പിന്നെ ദമനകൻ ആ കഥ പറയുകയാണ്. കാക്കപ്പെണ്ണ് കൃഷ്ണസർപ്പത്തെ വകവരുത്തിയ കഥ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേട്ടാൽ പോരെ? എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭദിനം നേരുന്നു. ഒരിക്കൽ കൂടി സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ദിവസങ്ങൾ.